ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊഞ്ചത്തി ടിപ്സിലേക്ക് വെൽക്കം. ഇന്ന് ഞാനിവിടെ റവ കൊണ്ടുള്ളൊരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം റവ, 2 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, അത് വറുത്തെടുക്കാനുള്ള ഓയിൽ എന്നിവയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ സ്നാക്സ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് റവ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പഞ്ചസാര, പാല് എന്നിവ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഈ റവ തയ്യാറാക്കിയപ്പോൾ അതിലേക്ക് 3 ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഓൾറെഡി പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അധികം സമയം ഇങ്ങനെ നമ്മൾ വെക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് സമയം ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് അതിൻ്റെ സോഫ്റ്റ്നെറ്റ് കിട്ടൂല. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കാം. ഇത് 4 മണി കടിയായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള റവ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നല്ല പോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ഓരോ ഉരുളകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് എടുത്ത് പറയുന്നില്ല. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. ഞാൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കൽ. അത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇതിൻ്റെ മാവ് 10 മിനിറ്റ് സമയത്തിലേറെ നമ്മൾ കുഴച്ച് വെക്കാൻ പാടില്ല. അങ്ങനെ കുഴച്ച് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്നെറ്റ് പോവും. അപ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര ഉറപ്പായിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് സമയം വെച്ചാൽ മതി എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഭരണികളിലൊക്കെ ആക്കിയിട്ട് കുറേ ദിവസം കേടുകൂടാതെ തന്നെ സൂക്ഷിച്ച് വെക്കാം. കുട്ടികൾക്കൊക്കെ ഏത് സമയത്ത് കൊടുക്കാനും നമുക്ക് സൗകര്യത്തിന് കുറച്ചധികം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.